ആദീസ് റോട്ടക്കാവിലേക്ക് വീണ്ടും സ്വാഗതം. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഹെൽത്തി ഈറ്റിംഗ് സീരീസ് എപ്പിസോഡ് 7. സോ സക്സസ്ഫുള്ളി നമ്മൾ 7 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നും എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൺ റീഫ്രഷ് ഡ്രിങ്കിലാണ്. ബീറ്റ കരോട്ടിനും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഒരു റീഫ്രഷ് ഡ്രിങ്ക് ശരിക്കും റീഫ്രഷിംഗ് ആണ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ തന്നെ വീട്ടിൽ ബേക്ക് ചെയ്തിട്ടുള്ള റാഗി ബ്രെഡാണ് കാണുന്നത്. മൾട്ടി ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മൈദയൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് റാഗിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റാഗി ബ്രെഡും അതേപോലെ തന്നെ മുട്ട റോസ്റ്റും 1 കപ്പ് ഗ്രീൻ ടീയും ആണ്. ബ്രെഡ് ഞാനൊന്ന് ഗാർലിക് ബ്രെഡ് ആക്കാനുള്ള ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ബ്രെഡ് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ്നെസ് മാത്രമല്ല ഭയങ്കര ടേസ്റ്റിയും ആണ്, അതിഭയങ്കര ഹെൽത്തിയുമാണ്. ഉച്ചയ്ക്ക് എന്റെ ലഞ്ച് എന്ന് പറയുന്നത് ബേക്ക്ഡ് വെജിറ്റബിൾസ് വിത്ത് ചിക്കൻ ആണ്. ക്യാരറ്റും കോളിഫ്ലവറും പൊട്ടറ്റോയും ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഞാനിവിടെ വെജിറ്റബിൾസിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും ഓയിൽസ് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെൽത്തി ഈറ്റിംഗിന്റെ ഭാഗമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിൽ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. ഇന്നത്തെ എന്റെ ഡിന്നർ എന്ന് പറയുന്നത് ഹോഴ്സ് ഗ്രാം സലാഡ് ആണ്. നമ്മുടെ മുതിര സലാഡ് വളരെ കുറച്ച് എമൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ സവോള മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്